മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ അവകാശമെന്ന മന്ത്രി കെ രാജൻ. കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള ലോൺ മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു. പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരും. ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനയിൽ ഇളവ് തേടാനും സർക്കാർ ആലോചിക്കുന്നു. കേരളം ആവശ്യപ്പെട്ടത് ഗ്രാൻഡ് എന്ന് മാത്രമല്ല, കേരളം ആവശ്യപ്പെട്ടത് ഒരു ഫെഡറൽ രാജ്യത്ത് സാധാരണ നിലനിൽക്കുന്നൊരു സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ളതിൻ്റെ അവകാശമാണ്. അതല്ലെങ്കിൽ നിയതമായിട്ടുള്ള നിയമങ്ങൾ വെച്ച് ദുരന്തമുണ്ടായാൽ ആ ദുരന്തബാധിതരെ എങ്ങനെയാണോ മുൻ അനുഭവങ്ങൾ വെച്ച് സഹായിക്കേണ്ടത് ആ വിധത്തിൽ കേരളത്തിൽ സഹായിക്കണമെന്നാണ്. എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ്. ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയുള്ള ലോണാണ്. ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. കടുത്ത നീതി നിഷേധത്തിൻ്റെ ഏറ്റവും ക്രൂരമായൊരു മനോഭാവമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പണം കിട്ടിയതൊരു ആശ്വാസമാണെന്നുള്ള തോന്നൽ സർക്കാരിനുണ്ടോ? കാര്യം ധനമന്ത്രി ഇത് വലിയ അനീതിയാണെന്നോ അങ്ങനെയുള്ള പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ഗുഡ് മോർണിംഗ്. പണം കിട്ടിയത് ഒരു കടുത്ത അനീതിയാണെന്ന തോന്നൽ സർക്കാരിനില്ല. കാരണം സർക്കാർ വായ്പയായി തുക ആവശ്യപ്പെട്ട് സമർപ്പിച്ച പദ്ധതികൾക്ക് തന്നെയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാരിനുള്ള പ്രയാസം ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 2000 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഈ സഹായം ഗ്രാൻഡായിട്ടാണ് ലഭിക്കാൻ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ ഗ്രാൻഡിന്റെ കാര്യത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സമീപനമില്ല. എന്നാൽ ലോൺ ഇനത്തിൽ ആവശ്യപ്പെട്ട 16 പദ്ധതികളുടെ കാര്യത്തിൽ അനുകൂലമായ സമീപനമെടുത്തു. പലിശരഹിത വായ്പയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ആ വായ്പയുടെ കാര്യത്തിൽ തന്നെ 45 ദിവസത്തിനകം ഈ പണം ചെലവഴിച്ച് അറിയിക്കണമെന്ന് അന്ന് നിബന്ധനയുമുണ്ട്. ഈ സാമ്പത്തിക വർഷം തീരാൻ ഇനി കഷ്ടിച്ച് 1.5 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കാലയളവിനുള്ളിൽ ഈ പദ്ധതികൾ പൂർത്തിയാക്കുക എന്നൊരു പ്രശ്നമുണ്ട്. ഇതേപ്പറ്റി ഇതിന്റെ പോംവഴികൾ ആലോചിക്കാൻ ഇന്ന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുന്നുണ്ട്. ഇതിനുള്ള ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം, ഈ കേന്ദ്ര സർക്കാരിനോട് അവധി നീട്ടി ചോദിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ആലോചിക്കും. അതിനുശേഷം മന്ത്രിമാരും ഇക്കാര്യത്തിൽ ഒരു ആലോചന നടത്തുമെന്നാണ് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്.